ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെണ്ട വിത്തുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ 2-3 നശിച്ചു പോയിരുന്നു. അതിലൊക്കെ ഞാൻ വീണ്ടും വിത്തിട്ട് അവരും മുളച്ച് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചമുളകിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖമാണ് മുരടിപ്പ്. അതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മുകളിൽ നട്ട കുറച്ച് പച്ചമുളകിൻ്റെ തൈകളാണിത്. ഇതിൽ കുറച്ചെണ്ണത്തിനൊക്കെ മുരടിപ്പ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് കരുതി. നമ്മൾക്ക് മുരടിപ്പൊന്നും ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകിന് നമ്മൾ ആഴ്ചയിൽ 2 തവണ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സവാളത്തൊലി വെള്ളത്തിലിട്ട് കുതിർത്തത്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, വിനാഗിരി, കുറച്ച് വിനാഗിരി, അല്പം 5 ml വിനാഗിരി, പിന്നെ പാൽക്കായം, കുറച്ച് പാൽക്കായം, ചെറിയൊരു കഷ്ണം പാൽക്കായം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഡിഷ് വാഷും കൂടി ചേർത്ത്, ഡിഷ് വാഷോ ഹാൻഡ് വാഷോ ഏതെങ്കിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നിംബിസിഡിൻ എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ്, ജൈവ കീടനാശിനിയാണ്. നമ്മൾക്ക് വളം വാങ്ങുന്ന കടകളിലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ മിത്രകീടങ്ങളായ തേനീച്ച, ഷഡ്പദങ്ങൾ എന്നിവയ്ക്കൊന്നും ഉപദ്രവമല്ലാത്ത ഒരു കീടനാശിനിയാണിത്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ചെടികൾക്കായാലും പയറിലെ മുഞ്ഞ, പച്ചമുളകിനെ, തക്കാളിയെ, വഴുതനയൊക്കെ ബാധിക്കുന്ന വെള്ളീച്ച, ഇവയ്ക്കൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് ഇത്. 3 മുതൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുരടിപ്പ് കൂടുതൽ ബാധിച്ച ചെടികൾക്ക് 5 ml എടുക്കാം. അല്ലാത്ത ചെടികൾക്ക്, ചെറുതായിട്ട് മുരടിപ്പ് വരാൻ തുടങ്ങുന്ന ചെടികളാണെങ്കിൽ 3 ml എടുത്താൽ മതി. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇലയുടെ മുകളിലും അടിവശത്തും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1-2 തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പുതുതായിട്ട് വരുന്ന ഇലകളൊക്കെ നല്ല ഉന്മേഷത്തോടു കൂടി, നല്ല കരുത്തോടു കൂടി വളരുന്നതായിട്ട് കാണാം. മുരടിപ്പ് കൂടുതൽ ഉള്ള ചെടികൾക്ക് ആഴ്ചയിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാത്തവയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടാൽ ഉപകാരമായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണ്. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.